എങ്ങോട്ടാടാ ഇത്ര രാവിലെ? ഒരു മീറ്റിംഗ് ഉണ്ട്, പ്രൊഡ്യൂസറെ കാണാൻ പോവാ. എത്ര നാളായെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ നാളായി തുടങ്ങിയിട്ട്. ഇതൊക്കെ നിർത്തി ഒരു ജോലിക്ക് പോകാൻ പറഞ്ഞാൽ അതും കേൾക്കില്ല. ആരായിരുന്നു? ആ കയറിയില്ലേ? വന്നിട്ട് ഒത്തിരി ആയിരുന്നോ? ഇല്ല സാർ, ഇല്ല. എനിക്ക് സമയം കളയാനില്ല, നമുക്ക് കഥ കേൾക്കാം. എന്നാന്ന് വെച്ചാൽ പറഞ്ഞോളൂ സാർ. നമ്മള് ഹൈ റേഞ്ച് ബേസ് ചെയ്തുള്ള ഒരു കഥയാണ് ഈ പറയണേ. സാധാരണ ഇതൊരു ഫാമിലി ഓറിയന്റഡ് കഥയാണ്. അപ്പൊ നമ്മള് ഹലോ, പുള്ളി 10 മണിയാകുമ്പോഴത്തേക്ക് വരുള്ളൂ. ആ ഞാൻ ഇപ്പൊ വിളിക്കാം കേട്ടോ. ഓക്കെ, അല്ലേ ബാക്കി കഥ കണ്ടിന്യൂ ചെയ്തു. സാർ, നമ്മുടെ ഇപ്പൊ അങ്ങേയറ്റം ഇൻസെക്യൂറും ഓവർ തിങ്കിങ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ നായകൻ. അതെ, ഈ കഥയിൽ തന്നെ ഒരു ഫീല് കിട്ടുന്നില്ല. തനിക്ക് തന്നെ എന്തോ ഒരു കോൺഫിഡൻഷ്യലായി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ആ കഥ ഒന്നോടെ ഒന്ന് വർക്കൗട്ട് ചെയ്യാം. എന്നിട്ട് വാ, നമുക്ക് നോക്കാം. ഓക്കെ, ശരി സാർ. എന്തായി? നാളെ സിനിമ എടുക്കൂലേ? പറഞ്ഞാൽ കേൾക്കില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? ഓരോരോ ആഗ്രഹങ്ങളുടെ പുറം പോയി ജീവിതം തീർക്കാം, അല്ലാതെ എന്താ? കണ്ടന്റൊക്കെ ഓക്കെയാണ്. താൻ എന്തായാലും ഒന്നുകൂടെ ഡെപ്ത് കൊണ്ടുവരാൻ നോക്കുക. തൻ്റെ ആദ്യ പ്രോജക്റ്റ് അല്ലേ, തന്നെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് ഒരുപാട് മനസ്സ് വേണ്ടേ. ഏതായാലും താൻ ഒന്നും കൂടെ നോക്കാം. എടാ, ഞാൻ വലുതാകുമ്പോ ഒരു സിനിമ ചെയ്യും. നീയോ? ആ, നീ നോക്കിയോ, ഞാൻ ചെയ്യും.